ടി മുഹമ്മദ് ബഷീർ മലപ്പുറത്ത് നിന്ന് ലോക്സഭാ മണ്ഡലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മുസ്ലിം ലീഗിന്റെ MP 3 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ടി മുഹമ്മദ് ബഷീർ സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്സഭയിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ടി മുഹമ്മദ് ബഷീർ ആയ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാവണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്യുന്നു. 80കളുടെ പകുതി മുതൽ പാർലമെന്ററി രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയനായ നേതാവ് ടി മുഹമ്മദ് ബഷീർ ലീഗിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാൾ. പൊന്നാനിയിൽ നിന്ന് മലപ്പുറത്തേക്ക് സീറ്റ് വെച്ചു മാറിയെത്തി വലിയ ഭൂരിപക്ഷത്തിൽ MP ആയി പാർലമെന്റിലേക്ക് പോകുന്നു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. അബ്ദുൾ സമദ് സമദാനി പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച മുസ്ലിം ലീഗിന്റെ തന്നെ രണ്ടാമത്തെ MP. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു. ലോക്സഭയിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന MP അബ്ദുൾ സമദ് സമദാനിയായ ഞാൻ നിയമപ്രകാരം ഏർപ്പെടുത്തപ്പെട്ട ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പ്രദർശിപ്പിച്ചു കൊള്ളാമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തെയും അവിച്ഛിന്നതയെയും നിലനിർത്തിക്കൊള്ളാമെന്നും ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തമാവണ്ണം നിർവഹിച്ചു കൊള്ളാമെന്നും ദൈവത്തിൻ്റെ പേരിൽ പ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. അബ്ദുൾ സമദ് സമദാനി പൊന്നാനിയിൽ നിന്ന് ജയിച്ച മുസ്ലിം ലീഗിന്റെ MP, വാഗ്മി, ചരിത്രകാരൻ, സാഹിത്യകാരൻ, പണ്ഡിതൻ, ഏതാണ്ട് 7ഓളം ഭാഷകളിൽ വലിയ അവബോധമുള്ള നേതാവ്, 2 തവണ രാജ്യസഭാംഗം, നിയമസഭാംഗമായിരുന്നു. അബ്ദുൾ സമദ് സമദാനി പാർലമെന്റ് അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF-ന് വേണ്ടി സീറ്റ് നേടിയെടുത്ത നേതാവ് കെ രാധാകൃഷ്ണൻ. ആലത്തൂരിൽ നിന്നുള്ള CPM-ന്റെ ഈ ലോക്സഭയിലുള്ള കേരളത്തിൽ നിന്നുള്ള ഏക പ്രതിനിധി കെ രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങുന്നു. കെ രാധാകൃഷ്ണനായ ഞാൻ ലോകസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവാജ്യമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞയെടുക്കുന്നു. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. 20 മണ്ഡലങ്ങളിൽ CPM-ന് ആലത്തൂർ മാത്രമാണ് തുണയുന്നത്. ആലത്തൂരിലെ വിജയം സ്വന്തമാക്കിയ കെ രാധാകൃഷ്ണൻ. അദ്ദേഹം കേരള നിയമസഭയിൽ ദേവസ്വം പിന്നോക്കക്ഷേമം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. അത് രാജിവെച്ചാണ് ആലത്തൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരിന് ഇറങ്ങിയത്.